വാക്കിൽ നെഹ്റുവും മനസ്സിൽ സവർക്കറയും സൂക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ആ കസേരയിരിക്കുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് നപ്പന്റെ ക്യാരക്ടറാണ്, നന്നായിട്ട് ബെടായി വിടും. കേരളത്തിൻ്റെതായ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. എന്തോ എങ്ങനെ ആ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ മനസ്സിനെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി സാറിന്റെ പേച്ച് നല്ല പേച്ച്. ശ്രീ സതീശന്റെ നാവിൽ വാക്കിൽ നെഹ്റു. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. അതാണ് ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് കുഞ്ഞിക്കൂനലിൽ ദിലീപ് പറയുന്നത് പോലെ പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നാണ്. So, can you make a വായിൽ നെഹ്റുവിയൻ ലെഫ്റ്റ്, നാക്കിൽ വാക്കിൽ നെഹ്റുവിയൻ ലെഫ്റ്റ്, മനസ്സ് നിറയെ സവർക്കർ. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM നിയാസിന് സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ചെല്ലാൻ ഇതുവരെ കിട്ടിയില്ല പോലും പെർമിഷൻ. ഞാൻ കാത്തു നിൽക്കണമെന്നാണ് PM നിയാസ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ കിട്ടി RV ബാബുവിനും ശശികലയ്ക്ക്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? വാക്കിൽ നാക്കിൽ നെഹ്റു, വാക്കിൽ നാക്കിൽ നെഹ്റു, മനസ്സ് നിറയെ സവർക്കർ. അതാണ് സവർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി പണ്ട് തലകുനിച്ചു നിന്നത്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പൊട്ടനായിരുന്നു ഞാൻ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.